വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ CPT ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും CPT എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ടെൻഷൻ പോലെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഫ്രാങ്കായിട്ട് പറയണേ, CPTയിൽ മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ, മര്യാദക്ക് സീരീസ് വൈസ് ചെയ്ത് ചാപ്റ്റേഴ്സൊക്കെ വായിച്ച് അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മോക്ക് ചെയ്തൊരു പകുതി ആയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമാവുക എന്ന് പറയുന്നത് CPTയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വൃത്തിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സാം പ്രിപ്പറേഷൻ കിട്ടണം, അതുപോലെ തന്നെ നല്ല കോച്ചിങ് കിട്ടണം. അതിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻഡസ് നെക്സ്റ്റ് ബാച്ച് ഒരുക്കേണ്ട. നെക്സ്റ്റ് ബാച്ച് നമുക്ക് വരുന്നത് ഒക്ടോബർ 31 3:30 മുതൽ 5:30 വരെയാണ് ബാച്ച്. ഒരുവിധം സീറ്റൊക്കെ ഫില്ലായി. ഇനിയും ആലോചിച്ച് ചിന്തിച്ച് ഇരിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഇൻഡസ്. അത് ഞാൻ പറയണതല്ല, നിങ്ങൾക്ക് കുട്ടികളിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ്. കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ കൊടുത്തിട്ടും കുട്ടികളെ കെയർ ചെയ്തിട്ടും അതുപോലെ കുട്ടികളെ സർട്ടിഫൈഡ് ആക്കിയിട്ടും കുട്ടികളെ ജോബിലോട്ട് എത്തിപ്പിച്ചിട്ടും ഉള്ള നമുക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ബാച്ചിന് ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മളെ കണ്ടൻറ് വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ കണ്ടൻറ് വീഡിയോസ് ഇടാറുണ്ട്. ആ കണ്ടൻറ് വീഡിയോസിന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. CPTയുടെ ചാപ്റ്റേഴ്സ് ആയാലും ICTയുടെ ചാപ്റ്റേഴ്സ് ആയാലും അനാട്ടമിയുടെ ചാപ്റ്റേഴ്സ് ആയാലും ഒക്കെ ഇട്ട് തരുമോ ചോദിച്ചിട്ട്, നമുക്ക് എല്ലാം പോസിബിളായിട്ട് ഇടാൻ പറ്റില്ല. പറ്റണ പോലെ ഇതേപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ഇൻഡസ് ടോക്സ് ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇനി അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരിക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് CABG എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ്. ഇത് CPTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ എല്ലാ CPC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാതിരിക്കില്ല. എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതൊരു കുറച്ച് വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അതിന് പറ്റണ പോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ എന്താണ് CABG എന്ന് പറയുന്നത്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. എന്താണ് CABG? ഇതൊക്കെ ഞാൻ സൈഡിൽ എഴുതി കാണിച്ചു തരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ റൈറ്റിങ്സ് വരുന്നത്, അതിൻ്റെ സ്പെല്ലിങ്സ് വരുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ CABG എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ്. അത് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ കോഡ്സ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൊറോണറി ആർട്ടറിക്ക് ഉണ്ടാകുന്ന ഒരു ബൈപ്പാസ് സർജറി, കൊറോണറി ആർട്ടറിക്ക് ചെയ്യുന്ന ഒരു ബൈപ്പാസ് സർജറിനെ പറയുന്നതാണ് CABG എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ചില സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് ബ്ലോക്ക് ആവുമെന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി എന്നുള്ള ബ്ലഡ് ഫ്ലോ, നമ്മൾ കാർഡിയാക് മസിൽസിക്ക് വരുന്ന ഈ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് കുറയും, ബ്ലഡ് ഫ്ലോ ഇല്ലാണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻ, ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഉണ്ടാവുന്ന ഡിസീസ് കണ്ടീഷനാണ്. നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായാം, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് വരാം. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു ബ്ലോക്കേജായും ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് CABG? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബ്ലോക്കേജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർജറിയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. അപ്പോൾ ഇത് ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കൊറോണറി ആർട്ടറിയുടെ ആ ഭാഗത്താണല്ലോ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുക. ആ ബ്ലോക്ക് ഉണ്ടാവണതിൽ നമ്മളൊരു ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ബ്ലോക്കുള്ള വഴി മാറിയിട്ട് അതിനടുത്ത് തന്നെ ഒരു ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോനെ ഈസി വേ, അത് അവിടെ ബ്ലോക്കേജിൽ ഒന്നുമില്ലാതെ ബ്ലഡ് ഫ്ലോ ഒന്ന് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ CABGയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോണേ ഇത് ചെയ്യാനുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ കൊറോണറി ആർട്ടറി തന്നെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും റൈറ്റ് കൊറോണറി ആർട്ടറിയും അതുപോലെ അതിൻ്റെ ബ്രാഞ്ചസും എവിടെയാണ് ഈ ബ്ലോക്ക് വരുന്നത്, എത്ര ബ്ലോക്ക്സ് ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് എത്ര ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 2 ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ ആ 2 ബ്ലോക്ക്സിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ബൈപ്പാസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ബ്ലഡ് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടി. ഇതൊക്കെ ഇതിൽ വരുന്ന മെയിൻ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയില്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ CABG എന്താന്ന് പറഞ്ഞു, അതുപോലെ അതിന് വേണ്ടിയ ഫാക്ടർ എന്താന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ ബോഡിയിൽ തന്നെ ഗ്രാഫ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ബോഡിയിൽ വെയിൻസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് വെയിൻ ഗ്രാഫ്റ്റ് ആയിരിക്കും ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ആർട്ടറിയുടെ ഗ്രാഫ്റ്റ് ആവും ചെയ്യുക. അപ്പോൾ നമ്മളെ ബോഡിയിൽ തന്നെ വേറൊരു പാർട്ടിൽ നിന്ന് നമ്മൾ ആ വെയിൻ അല്ലെങ്കിൽ ആർട്ടറി അതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതുപോലെ ഇതിന് ഒരു ബൈപ്പാസ്, ഇതിന് റൂട്ട് ക്ലിയർ ആക്കി കൊടുക്കുക. ആ ബ്ലഡ് ഫ്ലോക്ക് നമ്മൾ റൂട്ട് ക്ലിയർ ആക്കി കൊടുക്കലാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താണ് നമുക്ക് വെയിൻ ഹാർവെസ്റ്റ് ചെയ്യണതിനും അതേപോലെ ആർട്ടറി ഹാർവെസ്റ്റ് ചെയ്യാനും അതേപോലെ വെയിൻ ഗ്രാഫ്റ്റ്, ആർട്ടറി ഗ്രാഫ്റ്റ്, വെയിനും ആർട്ടറി ഉള്ള ഗ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കോഡ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് എടുക്കുമ്പോൾ ആ സെഷനിൽ കറക്റ്റ് പോയിട്ട് വേണം എടുക്കാനും. വെയിൻ്റെ കോഡാണോ അതേപോലെ ആർട്ടറിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത കോഡാണോ, ആർട്ടറി ആൻഡ് വെയിൻ രണ്ടും കൂടി കമ്പൈൻ ആയിട്ടുള്ള കോഡാണോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് CABG എന്താ പറഞ്ഞു, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ്. അതൊരു ബൈപ്പാസ് സർജറിയാണ്. ആ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് നമ്മൾ കൊറോണറി ആർട്ടറിക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ബ്ലോക്കേജ് മാറ്റാൻ നമുക്ക് ചെറിയ ഡിസീസ് കണ്ടീഷനും ചെസ്റ്റ് പെയിന്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് അങ്ങനത്തെ ഡിസീസ് കണ്ടീഷനൊക്കെ വരുമ്പോൾ ആ ബ്ലോക്കേജ് മാറ്റാൻ വേണ്ടി നമ്മൾ വേറൊരു ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ബ്ലഡ് ഫ്ലോനെ സ്മൂത്ത് ആക്കുക. ഇതാണ് മെയിനായിട്ട് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഈ ബ്ലഡ് ഫ്ലോ ഇത് ശരിയാക്കാൻ വേണ്ടി നമുക്ക് വെയിൻ ഹാർവെസ്റ്റ് ചെയ്യേണ്ടി വരും, ആർട്ടറി ഹാർവെസ്റ്റ് ചെയ്യും. നമ്മൾ ബോഡിയിൽ തന്നെ വേറൊരു പാർട്ടിന് ചിലപ്പോൾ കാലിൽ നിന്നായിരിക്കും. അങ്ങനെ ഓരോ വെയിൻ എടുത്തിട്ടാണ് നമുക്ക് ഈ കൊറോണറി ആർട്ടറിയുടെ സൈഡിൽ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ആ ബ്ലഡ് ഫ്ലോനെ നീറ്റാക്കി വിടുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏതൊക്കെ വെയിനാണ് ഏതൊക്കെ ആർട്ടറിയാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അതൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കാണുന്ന പിക്ചറിൽ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിന് 2 എണ്ണം ചെയ്തിട്ട് വെയിൻ ഗ്രാഫ്റ്റും ചെയ്തിട്ടുണ്ട്, ആർട്ടറി ഗ്രാഫ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന പോർഷനാണ് വെയിൻ ഗ്രാഫ്റ്റ്. അതിലെന്താ പറയണത്, വെയിൻ റിമൂവ്ഡ് ഫ്രം ദ ലെഗിൽ നിന്നാണ് വെയിൻ ഹാർവെസ്റ്റ് ചെയ്ത് എന്നിട്ട് ഈ സ്റ്റിച്ച്ഡ് ടു ദ അയോട്ട ആൻഡ് കൊറോണറി ആർട്ടറി. അവിടുന്ന് വെയിന് ലെഗിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അത് കൊറോണറി ആർട്ടറിയുടെ സൈഡിലേക്കായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിയർ ആയില്ലേ. അതേപോലെ അപ്പുറത്തെ സൈഡിൽ നോക്കിയേ ഇൻറ്റേർണൽ മാമറി ആർട്ടറി ഗ്രാഫ്റ്റ്. ഇത് നമുക്ക് ചെസ്റ്റ് വോളിൽ നിന്നാണ് ആർട്ടറി എടുത്തുള്ളത്. ആർട്ടറി റീലൊക്കേറ്റഡ് ഫ്രം ദ ചെസ്റ്റ് വോളിൽ നിന്നാണ് അത് ആർട്ടറി ഗ്രാഫ്റ്റ് ചെയ്തുള്ളത്. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിന് എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വെയിൻ ഗ്രാഫ്റ്റും ചെയ്തിട്ടുണ്ട്, ആർട്ടറി ഗ്രാഫ്റ്റും ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ഈ ബൈപ്പാസ് സർജറിക്ക് വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, വീനസ് ഗ്രാഫ്റ്റും അതേപോലെ ആർട്ടീരിയൽ ഗ്രാഫ്റ്റും എടുക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ വെയിൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക, അതേപോലെ ഏതൊക്കെ ആർട്ടറീസ് ആണ് എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് വീനസ് ഗ്രാഫ്റ്റിൽ വരുന്ന അപ്പർ എക്സ്ട്രിമിറ്റി വെയിൻസ് ആണ് വരുന്നത്. അതിൽ മെയിനായിട്ട് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വെയിൻ അപ്പർ എക്സ്ട്രിമിറ്റി വെയിനിൽ വരുന്നതാണ് സെഫാലിക് വെയിൻ, ബേസിലിക് വെയിൻ, മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ, റേഡിയൽ വെയിൻ, അൾനാർ വെയിൻസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ കോഡ്സ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്, അതേപോലെ ഞാൻ സൈഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എഴുതി കാണിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് സെഫാലിക് വെയിന്, ബേസിലിക് വെയിന്, മീഡിയൽ ക്യൂബിറ്റൽ വെയിന്, റേഡിയൽ വെയിന്, അൾനാർ വെയിന്, അതേപോലെ ഫീനിയസ് വെയിനുണ്ട്, ഫെമിറോപോപ്പിറ്റൽ വെയിനുണ്ട്. അത് ഫെമിറോപോപ്പിറ്റൽ വെയിൻ എന്നൊക്കെ പറയണത് നമ്മളെ ലെഗിൽ നിന്ന് എടുക്കുന്ന വെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡ് റേഞ്ച് ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെയിൻസ് പറഞ്ഞു, അടുത്ത വീനസ് ഗ്രാഫ്റ്റിനുള്ള ഏതൊക്കെ വെയിൻസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ആർട്ടീരിയൽ ഗ്രാഫ്റ്റിനുള്ള അപ്പർ എക്സ്ട്രീമിറ്റി ആർട്ടറി എന്ന് പറയണത് മെയിനായിട്ട്
ഇൻറ്റേർണൽ മെമ്മറി ആർട്ടറിയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വീനസ് ഗ്രാഫ്റ്റ് ഉണ്ട്, അതേപോലെ ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന നമുക്ക് നമ്മളെ ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന വീനസ് ഗ്രാഫ്റ്റും അതുപോലെ വെയിൻസും അതുപോലെ ആർട്ടറീസും വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ CABGയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ CABG എന്താണെന്ന് പറഞ്ഞു, CABGക്ക് എങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ നിന്ന് എന്ത് പ്രൊസീജിയറാണ്, അതേപോലെ വെയിൻ ഗ്രാഫ്റ്റ് ആണോ ആർട്ടറി ഗ്രാഫ്റ്റ് ആണോ, നമ്മൾ എവിടെ നോക്കി കോഡ് എടുക്കണം, വെയിനാന്ന് വെച്ചാൽ വെയിൻ്റെ കാറ്റഗറിയിൽ പോയി എടുക്കണം, ആർട്ടറി ആണെന്ന് വെച്ചാൽ ആർട്ടറി ഗ്രാഫ്റ്റിൻ്റെ പോയി എടുക്കണം, അതേപോലെ രണ്ടും മിക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണേ. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിൾ, ഇതിൻ്റെ കോഡ്സ് ഞാൻ എങ്ങനെ പറഞ്ഞു തരുന്നത്, ഇതിൻ്റെ എക്സാമ്പിളും കോഡ്സും ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് എത്ര കമൻറ്റ് വരണമെന്ന് നോക്കട്ടെ. അതിനനുസരിച്ച് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾസും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളുമായിട്ട് വരാം. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, CPCക്ക് എന്തായാലും വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഫ്രീ പോലെ ഞാൻ ഇതാക്കി തരാം. അതുപോലെ ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ പാർട്ട് 2 വരുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവണം, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ നെക്സ്റ്റ് ബാച്ച് തന്നെ ഒക്ടോബർ 31 അത് മറക്കണ്ട. 3:30 മുതൽ 5:30 വരെയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.